ഹായ് ഫ്രണ്ട്സ്, ജാസ ചാൻസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പോത്തിൻ്റെ വാലിൻ്റെ പീസ് കൊണ്ട് നമ്മൾ കറി വെക്കാൻ പോകുന്നതാണ്. പീസുകളാക്കി എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് നമ്മളിപ്പോൾ കുറച്ച് കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട്. ബാലൻസ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് പൊടി ഐറ്റങ്ങളാണ് ഇടേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നു. പിന്നെ കുറച്ച് വേപ്പില നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വാലിൻ്റെ പീസ് നമ്മൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ, കുറച്ച് മാറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് അടുത്ത ദിവസങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. 2 കിലോ ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ടിത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചൊരു 6-7 വിസിൽ നമുക്ക് കേൾപ്പിക്കണം. കാരണം വെച്ചാൽ നന്നായിട്ട് വേകണം. ഈ എല്ലിൻ്റെ അകത്തുനിന്ന് ഈ മാംസമൊക്കെ നന്നായിട്ട് ഇളകി വരണം. അതുപോലെ നമുക്ക് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം കൂടി ഇട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വിസിലൊരു 7 വിസിൽ കേട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ വാലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വാൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് ഒരു പാൻ വെക്കാം. പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സവാളയോ ചേർത്ത് നമുക്ക് നന്നായിട്ടത് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചു. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് മതി, കാരണം നെയ്യ് കൂടുതലാണ്. ഈ പോത്തിൻ്റെ വാലിനൊക്കെ നെയ്യ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വേപ്പില ഇട്ട് കൊടുക്കുന്നു. അതിനോടൊപ്പം തന്നെ ഒരു കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി, 2-3 പച്ചമുളക് ഇത് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുന്നു. ഇതിനോടൊപ്പം തന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിക്കോട്ടെ. നന്നായിട്ട് നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, അത് നമുക്കതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അതായത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു, എന്നാലും കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കോട്ടെ. പോത്തിൻ്റെ വാല് കിട്ടിയാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ ഇതിനോടൊപ്പം കപ്പയാണ് വേവിച്ചിരിക്കുന്നത്. കപ്പയും പോത്തിൻ്റെ വാലിൽ കറിയും കൂടെ ചേർത്താണ് നമ്മൾ കഴിക്കുന്നത്. മുളക് പൊടി ഞാൻ നേരത്തെ നമ്മൾ ചേർത്തിട്ടുണ്ട്. അതിന് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് മുളക് പൊടി ഇപ്പോൾ ചേർക്കണില്ല. അവസാനം നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വേവിച്ച് വെച്ചിരിക്കുന്ന വാല് ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കണം, ഉപ്പ് കറക്റ്റ് ചെയ്യണം. എരിവുണ്ടോ എന്ന് നോക്കണം, അതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കണം. ഒരുപാട് നെയ്യൊന്നും ഇല്ല, നെയ്യ് ഞാൻ കുറച്ച് മാറ്റിയായിരുന്നു കേട്ടോ. ഇത്രയും നെയ്യ് വാലിൻ്റെ നെയ്യ് ഇത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതങ്ങ് മാറ്റി. വല്ല കപ്പയിലോ എന്തെങ്കിലുമൊക്കെ ഇട്ട് താളിക്കാൻ വേണമെങ്കിൽ. ഇത് കഴിച്ച പിന്നെ എനിക്ക് വല്ല കൊളസ്ട്രോളും കൂടിപ്പോയാലോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. വാലടി അല്ലേ, വാലടി എന്നാണോ പറയുന്നത്? ആയിക്കോട്ടെ. നാവിന്റെ ഇറച്ചിയും ഇതിനേലും ബെസ്റ്റാന്ന് പറഞ്ഞു. തേങ്ങയ്ക്ക് ഇനി വേണം ഒരു ദിവസം ചെയ്യാം. കുറച്ച് വേപ്പിലയാണ് ഇടട്ടെ. സൂപ്പറാണല്ലേ. കുറച്ച് വേപ്പില
എല്ലാണ് ഇത്. എല്ലിന്റെ സൈഡിൽ ഇത്തിരി ഇതേ ഉണ്ടാവുള്ളൂ, ഇനി എന്ത് ചെയ്യണം? മാംസം കുറച്ച് ഉണ്ടാവുള്ളൂ. നിൽക്കട്ടോ, ഒന്ന് ജസ്റ്റ് നമുക്കൊരു ഇത്തിരി എന്താണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ ആവശ്യത്തിനുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത് കുരുമുളക് പൊടി ഇടുന്നില്ല. നമുക്ക് മുളക് പൊടി നേരത്തെ ഓൾറെഡി ഇട്ടതാണ്, അത് മതി. ഒന്ന് വരട്ടിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പോത്തിൻ്റെ വാൽ, പോത്തിനോട് വേദം ഓതണ്ട. അപ്പൊ പോത്താണെന്ന് മനസ്സിലായില്ലേ? എന്തിനാ വെറുതെ അല്ല, പോത്തിന്റെ വാലടി അടിയും റെഡിയായിരിക്കാണ്. കപ്പയും വന്നിട്ടേക്കട്ടെ. പാലടിയും കപ്പയും ഒരു മിനിറ്റ്. കപ്പ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്, അത് വന്നിട്ടോ. വേവിച്ച് വെച്ച കപ്പ അതിലേക്ക് നമ്മുടെ വാലടി കൂടെ ചേർത്ത് നമുക്ക് കഴിക്കുന്നതായിരിക്കും. മേമരിക്ക് കൊതി പിടിച്ചു പോയി. സ്നേഹമായിട്ട് എൻ്റെ ഇടയിൽ നിന്ന് എടുത്തോണ്ട് പോകുന്നത് കേട്ടോ. സ്നേഹം ആദ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു, ഇഷ്ടപ്പെട്ടു, വേണ്ടെന്നൊക്കെ പറഞ്ഞ അപ്പം നന്നായിട്ടായിട്ടുണ്ട്. ഇനി അതിന് ഇരിക്കട്ടെ അല്ലേ, ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ പോത്തുങ്കാൽ വരട്ടിയത്, സോറി, നമ്മുടെ പോത്ത് വാൽ വരട്ടിയത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. പഴഞ്ചൊല്ല് പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല. അതേ നമ്മുടെ കപ്പയും പോത്തിന്റെ കാലിനോട് വേദോതിട്ട് കാര്യമില്ല. അങ്ങനത്തെ ചെല്ലൊക്കെ ഉണ്ട് പോത്തോട്ട് വന്നപ്പെട്ട്. ഓക്കെ, ഈ വാലിന്റെ കഥ. അപ്പൊ വാലും കപ്പയും കഴിക്കാനായിട്ട് അളത്തിയിട്ടുണ്ട്. അപ്പൊ കഴിച്ചു. നമ്മൾ വാൽ ആദ്യമായിട്ടാണ് വെക്കുന്നത്, വെച്ചായിരുന്നു. അപ്പൊ എന്തിട്ടുണ്ടോ? അപ്പൊ നല്ലതാണോ? അല്ല, അതിൽ നിന്നൊരു പീസ് എടുക്കുക, കടിക്കുക. പോന്നിട്ടുണ്ടോ? ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യണം? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ചെയ്ത് നോക്കണം. ഒരു പോത്തിന്റെ വാല് 2 കിലോ ഒക്കെ ഉണ്ടാവുള്ളൂ. സാധാരണ ഇറച്ചിയുടെ അത്രയും പൈസ പോലും വരില്ല. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമന്റുകളും ഇടണം. അപ്പൊ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു.